ലിഷോയ് വിശദവിവരങ്ങളുമായി ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എത്രത്തോളം സാരമുള്ളതാണ് പരിക്ക്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? കൃത്യമായി കണ്ടക്ടർ നിർദ്ദേശം നൽകിയിരുന്നില്ലേ ഡ്രൈവർക്ക്? വിശദവിവരങ്ങൾ എന്തൊക്കെ? നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് ആ ബസ് ഈ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി താഴെ എത്തുന്നതിന് മുൻപേ തന്നെ ബസ് മുന്നോട്ടെടുത്തു. അങ്ങനെയാണ് ആ വിദ്യാർത്ഥി വീണത്. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലായിരുന്നു ഈ സംഭവം നടന്നത്. പരിക്കേറ്റ ഈ വിദ്യാർത്ഥിയെ ഉടനടി തന്നെ നാട്ടുകാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് പരിക്കുണ്ട്, എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സർജറിക്ക് വിധേയമാക്കിയതിന് ശേഷം ഈ ചികിത്സയിൽ തുടരുകയാണ് യുവതി. ഇത് വിദ്യാർത്ഥിനിയായിരുന്നു. യാത്രയ്ക്ക് വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുറച്ചു പേരെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവർ ഒരുമിച്ച് ബസ്സിൽ നിന്നും ഇറങ്ങിയവരായിരുന്നു. ഇവർക്ക് മുന്നേ ഇറങ്ങിയവരായിരുന്നോ? ഇറങ്ങിയവർ എല്ലാവരും ഇറങ്ങി എന്ന് കരുതി ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്ന് ഇറങ്ങി അവസാനം ഇറങ്ങാൻ നിന്നിരുന്നത് ഈ വിദ്യാർത്ഥിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെല്ലാം തന്നെ ഇറങ്ങി എന്ന് കരുതി ബസ് മുന്നോട്ടെടുത്തത്. ബസ്സിൽ നിന്ന് തന്നെയുള്ള ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ബസ് മുന്നോട്ടെടുത്തതിന് ശേഷമാണ് യുവതി നിലത്ത് കാല് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായതും പിന്നീട് ആ യുവതിക്ക് എല്ലിന് പൊട്ടൽ സംഭവിക്കുന്നത്. ശരി ലിഷോയെ, ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. അത്തരത്തിൽ ഒരു ശ്രദ്ധക്കുറവ് ബസ്സിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനേ പാടില്ലാത്തതാണ്. CCTV ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമാണ്. അവസാനം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ബസ് മുന്നോട്ടേക്ക് എടുക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കാലിൻ്റെ എല്ലിന് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഇറങ്ങി ഏറ്റവും ഒടുവിലായി ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും പരുക്ക് പറ്റുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്.